അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമമാണ്. സുഖല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ. ഞാനിന്ന് കൊല്ലത്തു നിന്നുള്ളൊരു വീഡിയോ കണ്ടു. 3 പെൺമക്കളും ഒരു ചെറിയ കുട്ടി, അതായത് സുഖമില്ലാത്തൊരു ശശികുട്ടിയും കൂട്ടി എടുത്തിട്ടുള്ള ഒരു പെങ്ങളെ വീഡിയോ നമ്മളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവുക. ഭയങ്കര സങ്കടം തോന്നിയത്. കാരണം 3 പെൺമക്കളും അത്യാവശ്യം പ്രായമായി. ആ കുഞ്ഞുമക്കൾ അന്തി ഉറങ്ങാനൊരു വീടില്ലാത്തൊരവസ്ഥ. കൊല്ലത്തൊക്കെ ഒരുപാട് സമ്പന്നരുണ്ട്. ഒരുപാട് സഹായങ്ങൾ നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ കൊല്ലം ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ നമ്മളെ വയനാട്ടിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒരുപാട് കൊല്ലത്തുള്ള ആളുകൾ, കൊല്ലം കരുനാഗപ്പള്ളിയൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ വയനാട് മുണ്ടക്കൈക്കാർക്കുള്ള വീട് നിർമ്മാണത്തിൽ അവർ നിർമ്മിച്ച് തരുന്ന 3-4 വീടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല മനുഷ്യസ്നേഹമുള്ള സ്ഥലം തന്നെയാണ് കൊല്ലം. അപ്പോൾ അവിടെ ആ പാവപ്പെട്ട ആ സഹോദരി ആ 4 മക്കളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ ആ മീഡിയ വിഷൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ കാണാൻ ഇടയായി. അപ്പോൾ ആ പെങ്ങൾ വിളിച്ചിരുന്നേ, ഞാനൊരു കമൻറ്റ് ചെയ്ത് വിട്ടിരുന്നു. ഞങ്ങൾ മലപ്പുറത്ത് ഞാൻ വീട് തരാൻ തയ്യാറാണ്. ഇവിടെ 3 ബെഡ്റൂമുള്ളൊരു വീടുണ്ട് എൻ്റെ അടുത്ത്. കാരണം നമുക്ക് എല്ലാവരെയും സഹായിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ചില സാഹചര്യം, ചില അവസ്ഥകൾ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളൊരു വേദന, നമ്മളെ മുന്നിൽ ഇത്രയും സങ്കടത്തോടെ ഒരു കുടുംബത്തിനെ പടച്ചമ്പനെ കാണിച്ചു തന്നിട്ട് അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാ? പടച്ചവന് നമ്മളെ ഏൽപ്പിച്ച സമ്പാദ്യം നമുക്കുള്ളതല്ലാന്നും അത് താൽക്കാലികം നമുക്കൊരു ഉത്തരവാദിത്തമുള്ളൂ. നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞ് പോകുന്ന ഒരു വിരുന്നുകാരാണെന്നുള്ള ഉറപ്പുള്ള മനുഷ്യർ ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചായിരിക്കില്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ സഹായിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. അത് നമുക്കൊക്കെ വലിയ സന്തോഷം കിട്ടുന്ന കാര്യം. എന്നാലോ എൻ്റെ സ്വന്തം കാര്യം സിന്ദാബാദെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. വലിയ മതിൽക്കെട്ടിനുള്ളിൽ എത്ര ദൂർത്ത് ചെയ്തിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടിക്കാണ്ട് കല്യാണങ്ങളൊക്കെ ആർഭാടും ദൂർത്തും 4 ലക്ഷം ഉറുപ്പ്യനെ മുട്ടായി ക്രെയിനിലൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടൊക്കെ പൊങ്ങച്ചം കാണിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് നല്ല മനസ്സ് പടച്ചം കൊടുക്കട്ടെ. അപ്പോൾ കൊല്ലത്തുള്ള ആ സഹോദരി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്തും കാസർഗോഡൊക്കെ ഉള്ള കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലയിലൊക്കെ ഉള്ള കുടുംബങ്ങൾ ഇവിടെ താമസിക്കേണ്ടത് നമ്മൾ കൊടുത്ത വീട്ടിൽ. അപ്പോൾ ആ സഹോദരി ഇങ്ങോട്ട് അവിടെ കൊല്ലത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എൻ്റെ പെങ്ങളിങ്ങോട്ട് പോരെ, 4 മക്കളും എൻ്റെ പെങ്ങൾക്ക് സുഖമായി ജീവിക്കുക. ഇവിടെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതല്ല, ഇനി കൊല്ലത്ത് ഉള്ള നല്ല മനുഷ്യർ, പടച്ചവൻ്റെ മുതൽ കയ്യിലുള്ള ആൾക്കാർ, ആ നെയ്യത്തുള്ള ആളുകൾ ആ സഹോദരിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇഷ്ടം അതാണ്. അവരെ നാട് പിരിഞ്ഞ് പോരുന്നതിൽ സങ്കടമുണ്ട്. അപ്പോൾ അതൊന്ന് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണമെന്ന്, നല്ല മനസ്സിലുള്ളവരാണ് ഇങ്ങനെയുള്ള വീഡിയോ കാണലും ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ വിഷമങ്ങൾ അറിയുമ്പോൾ സഹായിക്കാൻ മുന്നിലേക്ക് വരലും. അതല്ലാത്തൊരു വീഡിയോയിലും കാണാൻ നിൽക്കില്ല. അവർ സ്വന്തം കാര്യം സിന്ദാബാദിൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ പോകുന്നുണ്ട്. കാരണം പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുന്നത്. നമ്മുടെ ഇന്ത്യ, അതായത് ആര് ഭരിക്കുന്നുണ്ടോ ആ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ആവട്ടെ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, ഉചിതമായ തീരുമാനങ്ങൾക്കൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി പിന്തുണ നമ്മുടെ ഇന്ത്യൻ ആളുകൾ, അതായത് ഇന്ത്യയിൽ നമ്മൾ ജനിച്ചു വളർന്ന ആളുകൾ പിന്തുണ കൊടുക്കേണ്ട കടമുണ്ട്. രാഷ്ട്രീയപരമായിട്ട് പലർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇവിടെ നാട്ടിൽ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന്, നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ട സമയമാണ്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിൻ്റെ ഒരു വീഡിയോ അല്ല ഒരു പോസ്റ്റ്, ഫോട്ടോ ഇട്ട ഒരു പോസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്തിയാൽ അതിന് എത്രയോ ആളുകളാണ് വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യ ആര് ഭരിക്കുന്നുണ്ടോ, ആരാണ് അവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ അംഗീകരിച്ചേ നമ്മൾ മതിയാവൂ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാടിനൊരു ആപത്ത് വരുമ്പോൾ, നമ്മൾ മറ്റ് പാകിസ്ഥാനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആക്രമിക്കുമ്പോൾ
തിരിച്ചടിക്കുമ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്കാർക്കും ഇന്ത്യ ഗവൺമെൻറ്റിനൊക്കെ നമ്മളെ കൊണ്ട് ഒരു വാക്കുണ്ടെങ്കിലും നല്ല വാക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തിനാ പോസ്റ്റ് ഷെയർ ചെയ്തത്? എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, വ്യക്തിപരമായിട്ട് പറയാം. കാരണം ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ മാത്രമുള്ളത്. അവിടെ ഒരു ദിവസമെങ്കിലും അവിടുത്തെ മുസ്ലിങ്ങളായ മനുഷ്യർക്ക് സമാധാനത്തോടെ ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? സ്കൂളിൽ ബോംബിടുന്നു, പള്ളിയിൽ ബോംബിടുന്നു, ഹോസ്പിറ്റലിൽ ബോംബിടുന്നു, നടന്നു പോകുമ്പോൾ ബോംബിടുന്നു, വെടിവെച്ച് കൊല്ലുന്നു. എന്തെല്ലാം അക്രമമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലൊക്കെ നടക്കുന്നത്. വെറും മുസ്ലിങ്ങളുള്ള അധികവും അവിടെ സ്വസ്ഥമായിട്ട് ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് വെടിവെപ്പ്, എപ്പോഴാണ് ബോംബ് കയറുക എന്നുള്ളത് ഒരു പിടുത്തില്ല. നമ്മളെ നാട്ടിനെ സംബന്ധിച്ച്, നമ്മളെ ഇന്ത്യനെ സംബന്ധിച്ച് നമുക്ക് 100% എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടുകൊടുത്തോളം സ്വതന്ത്രമായുള്ള എല്ലാ അഭിപ്രായം പറയാനുള്ള രാജ്യമാണ്. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അത് എല്ലാ രാജ്യത്തും ഉണ്ട്. അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുള്ള ജീവിതം തുടങ്ങിയാൽ അതൊക്കെ ഒഴിവായി പോകും. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മതങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. കാരണം എല്ലാവർക്കും വോട്ടാണ് ആവശ്യം. ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാലുമാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അതൊക്കെ ഒരു രാശിയാണ്. അത് ഇലക്ഷൻ വരുമ്പോഴാണ് നമ്മളതിന് പരസ്പരം ഓരോരുത്തരെ രാഷ്ട്രീയപരമായിട്ട് ആണ്ടും കൊണ്ടും എതിർത്തിട്ടും ആരാണ് ജയിക്കാൻ കഴിയാച്ചാൽ അതിനുള്ള വഴി തേടുക. മറ്റൊരു ഗവൺമെന്റിനെ നമ്മൾ രാജ്യത്ത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന് നമ്മളെ പിന്തുണ ഓരോ വ്യക്തിക്കും കടമുണ്ട്. കാരണം നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, നമ്മളിവിടെ ജനിച്ചു വളർന്നുണ്ടായതാണ്. ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്ന, അതായത് നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളൊക്കെ സത്യത്തിൽ കിടന്നുറങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയും പോലീസും ഒക്കെ സുരക്ഷിതമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറ്റങ്ങൾ മാത്രം കാണലല്ല ചെയ്യേണ്ടത്. കുറവുകൾ ഉണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ നമ്മൾ പ്രതികരിക്കേണ്ട ആൾക്കാർ ഇഷ്ടംപോലെ പ്രതികരിക്കേണ്ട. പക്ഷെ ഇപ്പോഴത്തെ ഈ ഘട്ടം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കായാലും മിലിറ്ററിക്കായാലും എല്ലാവിധ പിന്തുണയും നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, നമ്മളെ കടമയാണത്. നമ്മുടെ വിശ്വാസപ്രകാരം പോലും നമ്മുടെ ഏത് നാട്ടിലാണ് ജീവിക്കണമെന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ഭരണാധികാരികൾക്ക് നമ്മൾ അനുസരിച്ച് ജീവിക്കണമെന്നുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടായ പല പല വിഷമങ്ങളും നമുക്ക് ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് കത്തിപ്പെരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കും. അതായത് എന്ത് ലാഭമാണ് നമ്മൾ ഓരോ കമന്റ് ഇട്ടിട്ട്, വളരെ മോശമായിട്ട് ഈ കമന്റ് ഇട്ട് പ്രതികരിക്കൊണ്ട് എന്ത് ലാഭം? മറ്റുള്ളവരും പാടെ വെറുപ്പിച്ച. കാരണം എത്രയോ ഇപ്പം നമുക്കറിയാം, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഇവരെല്ലാവരും ഈ നാട്ടിൽ എല്ലാ മതത്തിലുണ്ട് ഒരുപാട് നല്ല മനുഷ്യർ. ആ നല്ല മനുഷ്യരുണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ നാടിന്റെ നിലനിൽപ്പ്. അതല്ലാതെ ഇപ്പോൾ വെറും ഹിന്ദുക്കളാണ് മാത്രം ഇവിടെ നിന്ന് വിട്ടുക, മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും ഒക്കെ ഇല്ലാതായിരുന്നു വിട്ടുക. പരസ്പരം ആ വിഭാഗം തന്നെ തമ്മിൽ തല്ലും കൊല്ലലും അയക്കാരെന്ന് ഉറപ്പാണ്. അതിന് ഉദാഹരണമാണ് നമ്മളെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ. ഒരു പൂവുണ്ടായിട്ട് നമുക്ക് കാണുമ്പോൾ എന്ത് രസമുള്ളത്. ഒരുപാട് കളർ പൂവുകൾ, ഒരുപാട് ഐറ്റംസ് പൂവുകൾ ഉണ്ടാകുമ്പോൾ ആ പൂന്തോട്ടത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അതാണ് നമ്മളെ ഇന്ത്യ. അങ്ങനെ ആവട്ടെ, നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ഇന്ത്യ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ എല്ലാവിധ പിന്തുണയും കൊടുത്ത് നമുക്ക് ഒരു വാക്കുകൊണ്ടോ ഒരു കമാൻഡ് കൊണ്ടോ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്കും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനൊക്കെ ഒരു പിന്തുണ കൊടുക്കേണ്ട സമയമാണ്. അവിടെ നമ്മൾ കുറ്റങ്ങൾ മാത്രം പഴയ കഥകൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പഴയ കാലത്ത് ആലോചിച്ചാൽ പല പ്രശ്നങ്ങളും ഓരോ ഭരണാധികാരിയുള്ള സമയത്തും പല വിഷയങ്ങളും പല വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. പരസ്പരം ചില ആളുകൾ എല്ലാ മതത്തിലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൊല്ലാനും തല്ലാനും നടക്കുന്നില്ല. അവരേതായാലും ഒരു ദിവസം പോലും സുഖമായിട്ട് കിടന്നുറങ്ങൂലെന്ന് ഉറപ്പാണ്. സന്തോഷത്തോടെ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്.
അവരെന്നും ടെൻഷനും വിഷമങ്ങളും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാത്ത നടക്കുന്ന, അതായത് കുൻറ്റ് കിബിർ അസൂയ എന്നൊക്കെ പറയും. എൻ്റെ മത ശരി, എൻ്റെ മത ശരി. നമുക്ക് നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരാവട്ടെ, ഇനി മതം ഇല്ലാത്തവനാവട്ടെ, മറ്റുള്ളവരെ സഹായിച്ച് നടക്കുന്ന മനുഷ്യരെ മുഖം നോക്കൊണ്ട് എപ്പോഴും സന്തോഷത്തിലേക്കാണ്. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും, അവൻ സന്തോഷത്തോടെ അവൻ്റെ കുടുംബത്തിലൊക്കെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കും. ആരോടും വെറുപ്പില്ല, ഹൃദയത്തിൽ മുഴുവൻ നന്മയുള്ള നല്ല മനസ്സോടെ ജീവിക്കുന്ന എല്ലാ മതത്തിലുള്ള എത്ര മനുഷ്യരുണ്ട്. കാരണം പടച്ചമ്പരാൻ ഇതിക്കാ ഹൃദയത്തേക്കാ നോക്കുന്നുണ്ട്. ഈ ഹൃദയം നന്നാവാതെ ഞാൻ ആരായിട്ടും ഒരു കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ അസൂയും കിബിറും ഇതൊക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റവൻ്റെ മതം ശരിയല്ല, മറ്റവൻ്റെ രാഷ്ട്രീയം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചിട്ട് എന്ത് കാര്യം? രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, പല ആളുകൾക്കും അറിയില്ല. അവർ ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം, അതായത് തല്ലുകൊള്ളാനോ കൊലപാതകപ്പെടാനോ ഒന്നും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവില്ല. അവരെ മക്കളുമില്ല. അവരെ മക്കളൊക്കെ ഓസ്ട്രേലിയയിലും UK-യിലും അമേരിക്കയിലൊക്കെ പോയി പഠിച്ച്, ഇവർക്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിയും MLA മുഖ്യമന്ത്രിയൊക്കെ ആയാൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലും ഒക്കെ ആവട്ടെ, അവരെ മക്കള് വലിയ വലിയ പഠിപ്പ് പഠിച്ച് ഇവർക്ക് എന്തെങ്കിലും സുഖമില്ലാതെ ഉണ്ടാകുമ്പോൾ ആ മക്കള് MP ആയിട്ട് MLA ആയിട്ടും മാറും. ഇവിടെ തല്ലുകൊള്ളാനും മരിക്കാനും കേസിൽ പെടാനും ഒക്കെ അണികളായ കുറേ മനുഷ്യർ. എൻ്റെ പാർട്ടിയാ ശരി, എൻ്റെ പാർട്ടി. എന്നാലോ നിങ്ങളൊന്ന് കിടപ്പിലായി നോക്കാണ്, നിങ്ങളടുത്തൊന്ന് പണമില്ലാതായി നോക്കട്ടെ, നിങ്ങളൊന്ന് അസുഖം വന്നിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാണ്, ഇവരത്ത് ആരോട് ചോദിച്ചു നോക്കാണ്, ആര് സഹായിക്കും? എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ അനുഭവം എനിക്കറിയാം. ക്യാൻസർ വന്ന ആള് എത്രയോ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും അതിന് ഒഴിഞ്ഞു വെച്ച ആള്, മറ്റാര് പറഞ്ഞാലും അനുസരിക്കാതെ എല്ലാവരേറ്റും തിരക്കൂടുന്ന ഈ പാർട്ടി എൻ്റെ പാർട്ടിയാണ് ശരിയെന്നും പറഞ്ഞിട്ട് ജീവിച്ച ആൾക്ക് ക്യാൻസർ വന്നപ്പോൾ കീമോ ചെയ്യാൻ പോകാൻ കാശില്ല, ചോർന്ന് വലിക്കുന്ന ഓടിട്ടൊരു വീട്, ജീവിതം മുഴുവൻ എവിടെ പാർട്ടിൻ്റെ പരിപാടി ഉണ്ട് അവിടേക്ക് മീമ ഓടിയുന്ന ആള് നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്കൊരു പിരിവിരിച്ച് പറഞ്ഞിട്ട് ഇറങ്ങി. ആ പാർട്ടിൻ്റെ കാര്യപ്പെട്ടൊരു നേതാവ്, അതും വലിയ ഉന്നത സ്ഥാനത്തുള്ള നേതാവ്, അദ്ദേഹത്തിനൊക്കെ ജീവനെന്ന് ഈ പോരാളിക്ക് അവസാനം ആ പാവപ്പെട്ട ക്യാൻസർ രോഗിയായ രാഷ്ട്രീയ പാർട്ടിൻ്റെ പരിപാടിക്കൊന്നും പോകാൻ കഴിയാത്ത ആ പാവപ്പെട്ട മനുഷ്യന് കീമോ ചെയ്യാനും സഹായിക്കാൻ വേണ്ടിയിട്ട് 1-2 എൻ്റെ സുഹൃത്തുക്കൾ ഇറങ്ങി. കാര്യപ്പെട്ട നേതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങൾ പിരിച്ചുകൂടി എല്ലാവരോടൊന്നും പിരിച്ചുകൂടി, നമ്മൾ നോക്കാം, ശ്രമിക്കാം. അദ്ദേഹം ഫോണും പിടിച്ചു കണ്ട് ഇവരോട് ഈ മറുപടിയും പറഞ്ഞാണ്ട് വേറൊരു ഫോണിൽ ആളായിട്ട് സംസാരിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വണ്ടി കയറി പോയി വിട്ടുന്നു. 1000 രൂപ പോലും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ആ സുഹൃത്ത് ക്യാൻസർ രോഗിയായ അദ്ദേഹത്തിന് ആ സമയത്ത് കൊടുക്കാൻ മടിച്ചുകൊണ്ടാണ് പോയത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടി പിടിച്ചും തല്ലുകൂടാനും നടക്കുന്നത്? നിങ്ങളെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ എല്ലാവരും ഉണ്ടാവും. നിങ്ങളെ കൂടെ കയ്യിൽ കാശില്ലെങ്കിൽ അവിടെ തീർന്നു. ഇപ്പം ഞാൻ മുമ്പ് അമ്പാടി പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു, അമ്പാടി വളാഞ്ചേരി അടുത്ത്. 2 അമ്മമാർ, മഹാപാവ അമ്മമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ ഉപയോഗിച്ചിരുന്നു കൊടി പിടിച്ചാൽ കൊണ്ടുപോകാൻ. അവസാനം കൊടുന്ന് ഇറക്കുമ്പോൾ 500 ഉറുപ്പിക കൊടുക്കും, അന്നത്തെ ഉച്ചക്കുള്ള ഫുഡ് കൊടുക്കും. അവസാനം ആ 2 എണ്ണത്തിനും പാവപ്പെട്ട അമ്മമാർക്ക് ക്യാൻസർ പിടിച്ച് വയറൊക്കെ വീർത്തിട്ട് ലിയാക്കു പറഞ്ഞ വളാഞ്ചേരിയുള്ള VCV ചാനലിൻ്റെ റിപ്പോർട്ടറിനെ വിളിച്ചു, മാനുക്ക 2 അമ്മമാർക്കും ക്യാൻസറാണ്, ഒരു നിവൃത്തില്ല, എല്ലാ പാർട്ടിക്കാരും അവരെ കൊണ്ടുപോയിന്ന്, ഇപ്പോൾ ഒരു പാർട്ടിക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ സഹായിക്കാനില്ല മാനുക്ക, നിങ്ങളൊന്ന് വരുവച്ചാണ്. ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ ആ പാവപ്പെട്ട 2 വയസ്സായ 55-60 വയസ്സായ ആ അമ്മമാർ നമ്മളെ മുന്നിൽ നിന്ന് കരയുന്ന രംഗം കാണണം. കാരണം ഒന്ന് കീമോ ചെയ്യാൻ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ, ഭക്ഷണത്തിന്, മരുന്നിന്, ഇതിനൊന്നും പൈസ ഇല്ല. മറ്റേത് ആഴ്ചയിൽ ഓരോ പാർട്ടിക്കാരും കൊടി പിടിച്ചാൽ കൊണ്ടുപോകാൻ സജീവമായിട്ട് അവിടെ വന്ന് വണ്ടിയിലെടുത്ത് കൊണ്ടുപോയി അവിടെ കൊടുന്ന് ഇറക്കി വിടുമായിരുന്നു. അവർ രോഗികളായതോടെ ആർക്കും വേണ്ടാത്ത പാവം മനുഷ്യർ. എന്നാൽ ലിയാക്കുവിന് കൂടെ ഞാനാണ് കുറേ ആയിട്ടുള്ള സഹായിക്കേണ്ട സാഹചര്യം ഉണ്ടായി. 2 ആളും മരിച്ചുപോയി. ഇപ്പോൾ
ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ പരസ്പരം കണ്ടാൽ മുണ്ടൂല, നാട്ടിലാണ്ടും കൊണ്ടും രാഷ്ട്രീയം പറഞ്ഞാണ്ട് തല്ലാനും കൊല്ലാനും നടന്ന് നമ്മൾ കേസിൽ പ്രതിയാണ്, നമ്മൾ തല്ലുകൊള്ളണ്, നമ്മൾക്ക് ജീവൻ പോണ്, ഇതൊക്കെ സംഭവിച്ചിട്ടും പഠിച്ചില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് BJP ആവട്ടെ, ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആവട്ടെ, വേറെയുള്ള പാർട്ടി ആവട്ടെ, ആ പാർട്ടിയിലുള്ള ഞാനതാണ് ചിന്തിക്കല്. ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു വോട്ട് ആ വന്ന വ്യക്തി മനുഷ്യർക്ക് ഉപകാരമുണ്ടോ, പാവപ്പെട്ടവൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കലുണ്ടോ, അതിന് സഹായം ചെയ്തു കൊടുക്കലുണ്ടോ, അദ്ദേഹത്തോട് നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആ സങ്കടം കേട്ട് ഇന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തുതരാം, മറ്റുള്ളവർക്ക് വിളിച്ചു പറയാം, ഹോസ്പിറ്റലിൽ സൗകര്യം ചെയ്യുക, ഇങ്ങനെയുള്ള സപ്പോർട്ടുണ്ടോ, ആ ആളുകളാണ് ഞാൻ എൻ്റെ വോട്ട് കൊടുക്കൽ. അത് ഏത് പാർട്ടിക്കാരായാലും അവിടെ എനിക്ക് ഇന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം നോക്കില്ല. ആ അർഹതപ്പെട്ടവനാണോ, ആ അർഹതപ്പെട്ടവനെ, ആ പാവങ്ങളെ സഹായിക്കുന്ന നേതാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട്. അത് ഇവിടെ നിന്നല്ല, എൻ്റെ മണ്ഡലത്തിൽ നിന്നല്ല, ഞാൻ കേരളത്തിൽ പല സ്ഥലത്തും ചെല്ലുന്നുണ്ട്, ഒരുപാട് നേതാക്കന്മാരെ കാണുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങൾ ലീഗിലും കോൺഗ്രസിലും BJPയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒക്കെ നല്ല മനുഷ്യസ്നേഹികളുണ്ട്. അവര് വിജയിക്കണം, അവര് വിജയിച്ചാലുള്ളൂ നമ്മളെ സംബന്ധിച്ച് ആ പാവപ്പെട്ട ആൾക്കാർക്ക് ഉപകാരപ്പെടുള്ളൂ. പക്ഷെ ഇവിടെ 10 വട്ടം അല്ലെങ്കിൽ 5 വട്ടം നിന്ന് ജയിച്ച ആള് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തില്ലെങ്കിൽ ആ പാർട്ടിയാണ് നമ്മളെ പാർട്ടി ജയിക്കണം. അങ്ങനെ ആവുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മളെ നാട്ടില് ഈ പറയപ്പെട്ട പാവപ്പെട്ട രോഗികൾക്കൊന്നും നീതി കിട്ടാത്തത്. അദ്ദേഹം ആ നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ ഓരോ ആളുകൾ ചെന്ന് പറയുമ്പോഴും ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളും നാട്ടുകൂട്ടത്തിലെ കുറെ നല്ല മനുഷ്യരെ കൂട്ടിക്കാണ്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആ നേതാവിനെ കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാതെ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ അതിന് കുറെ കുറ്റം പറയാം. എന്ത് ന്യായം അതൊക്കെ? നമ്മൾ പരസ്പരം ഒരു കമന്റ് ചെയ്തുകൊണ്ട് അതിൽ എന്ത് ലാഭം കിട്ടണം? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെയാണ്. പിന്നെ നാട്ടിലൊരു വിഷയം വരുമ്പോൾ, ഒരു യുദ്ധം അല്ലെങ്കിൽ നമ്മളെ നാടിനൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം ഇതിലപ്പുറം വേറെ എപ്പോഴാ? പാകിസ്ഥാനിലൊക്കെ ഒന്ന് പോയി കിടന്നാൽ മതി, ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? അവിടുത്തെ അവസ്ഥ എന്താ? അപ്പൊ നമ്മൾ പരസ്പരം എല്ലാ മതത്തിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും ഒക്കെ നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യർക്ക് സപ്പോർട്ട് ചെയ്യുക, പിന്തുണക്കുക. അവരോടൊക്കെ നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയും നല്ല നല്ല നേതാക്കന്മാർ, ഞാൻ ഓരോ വ്യക്തിനായിട്ട് പറയില്ല, ഇപ്പം എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ, ഞാൻ പല MLA-മാരായിട്ടും MP-മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ വന്നുള്ളതിൽ ഞാൻ ഒരുപാട് സഹായങ്ങൾ ഒരു മുഖാന്തരം ഞാനും എൻ്റെ സഹായം കയ്യിൽ നിന്നുള്ളതും മറ്റുള്ള നല്ല മനുഷ്യരെ സഹായത്താലും എത്രയോ. ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിലെ കഴിഞ്ഞ മുൻ സ്പീക്കർ രാമകൃഷ്ണൻ സാറ് അദ്ദേഹം പറഞ്ഞ് പകുതി കാശ് ഞാൻ തരാം മോനോ, പകുതി കാശ് നീയും, നമുക്ക് ഓരോ വീട് വെച്ച് കൊടുക്കല്ലേ. അന്ന് അദ്ദേഹം സ്പീക്കറാണ്. അങ്ങനെ 17 ലക്ഷം ഉറുപ്പ്യ നമ്മുടെ ടീച്ചറമ്മ ശൈലജ ടീച്ചർ നമ്മൾ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയ, അതായത് ലിവർ രോഗം വന്ന വടകരയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടപെട്ടിട്ട് മുരളീധരൻ 3 ലക്ഷം ഉറുപ്പ്യയും നമ്മുടെ ടീച്ചറമ്മ 17 ലക്ഷം ഉറുപ്പ്യ കുട്ടിക്ക് അമൃതയിൽ എത്ര എളുപ്പം കൊണ്ട് അടച്ചത്. അതൊക്കെയാണ് ജനപ്രതിനിധികൾ പറഞ്ഞത്. ഒരു കുടുംബത്തിലെ ഒരു വേദന വിഷമങ്ങളും പൈസ ഇല്ലാതെ ചികിത്സിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരു ദയയും കണ്ടില്ല. കാരണം ആ കുട്ടി, പാവപ്പെട്ട ആ കുഞ്ഞു പൈതല് വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നു. എന്നിട്ട് ഞാൻ നമ്മളെ സ്പീക്കർ രാമകൃഷ്ണൻ സാറിനെ വിളിച്ചിട്ട് അദ്ദേഹമാണ് ശൈലജ ടീച്ചറുടെ നമ്പർ എന്ന്, അതിന് വിളിച്ച് 3 മണിക്കൂർ കൊണ്ടാണ് 17 ലക്ഷം ഉറുപ്പ്യ അമൃത ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാൻ ഓർഡർ ചെയ്യിക്കണ്ട. അവിടെ നേരെ ഇപ്പം തന്നെ വിളിക്കൂട്ടാറുണ്ട്. ആ സ്പോട്ടിൽ ടീച്ചറമ്മ വിളിച്ചുകൊണ്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നേരെ കുട്ടീനെ അഡ്മിറ്റ് ആക്കുന്ന സാഹചര്യം. മുരളീധരൻ എന്ന് പറഞ്ഞാൽ ആ വലിയ മനുഷ്യസ്നേഹി 3 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്നും സഹായിച്ചെന്ന് മനുഷ്യരാണ്. നമ്മളെ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ മണ്ണാർക്കാട്, മറക്കാൻ കഴിയില്ല മനുഷ്യനെ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട്, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം ആ നാട്ടിൽ മാതൃകയാണ്. ഹിന്ദുവില്ല, ക്രിസ്ത്യനില്ല, മുസ്ലിമില്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് ഞാൻ കണ്ട കാഴ്ച. അഡ്വക്കേറ്റ് ശംസുദ്ദീൻ ഖാനെ അവിടെ ഒരു പ്രോഗ്രാമിൽ ഒരു ചർച്ചിൽ ഒരു പള്ളിയിലച്ഛൻ ക്ഷണിച്ചിട്ട് ഇനിയും ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ശംസുദ്ദീൻക വന്നിട്ടില്ല. അപ്പം അച്ഛനും ഞങ്ങൾ ഓരോ പ്രസംഗം നടത്തുന്നതിനിടയിൽ കൂടി ശംസുദ്ദീൻക
ആ സദസ്സിലേക്ക് കയറി വന്ന് ആ പള്ളിയിൽ ചർച്ചിൽ നിന്നുള്ള മുഴുവൻ ജനങ്ങളും എണീറ്റ് നിന്നുകൊണ്ട് ശംസുദ്ദീൻ കാക്ക് ഒരു ഇത് കൊടുത്തിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അത് അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിലുള്ള ജനങ്ങളോടുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് ആ ജനങ്ങൾ അംഗീകാരം കൊടുത്തത്. ഇപ്പം നമ്മൾ നജീബ് കാന്തപുരം മറക്കാൻ കഴിയില്ല. പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച് നജീബ് ഖാനെ കിട്ടിയത് പുണ്യാന്ന് ഉറപ്പാണ്. അതായത് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പലർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഞാൻ എൻ്റെ കണ്ട കാഴ്ചപ്പാടാ പറഞ്ഞത്. നജീബ് കാന്തപുരം എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹി. ഞാൻ ഈ കേരളത്തിൽ പിന്നെ ഇങ്ങനത്തെ ഒരു MLA ഉണ്ടോയെന്ന് സംശയമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല നിലവിൽ എൻ്റെ കാഴ്ചപ്പാടിൽ. അതേമാതിരി സിദ്ദീഖ വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കായി ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ രാവും പാവില്ലാതെ എൻ്റെ ജീവൻ പോലും ഒരു പ്രശ്നമല്ലാന്നും ആ പാവപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുക്കേണ്ട കടമുണ്ടെന്നും ചിന്തിച്ചുകൊണ്ട് വയനാട് MLA T സിദ്ദീഖാന്റെ പുണ്യപ്രവൃത്തി പറയേണ്ടതില്ല. അത്രയും മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പിങ്ങിന് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. അതിന് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. എന്നിട്ട് നമ്മളൊക്കെ കൊണ്ട് വിളിച്ച് പറഞ്ഞു, മനുക്ക ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തേക്ക് അവിടെ ഫുഡ് കിട്ടിയില്ല, ഒന്നങ്ങോട്ട് ശ്രദ്ധിക്കണം, ഒന്നങ്ങോട്ട് കൊണ്ടുകൊടുക്കണം. ഇതൊക്കെ അദ്ദേഹം ഓരോ വ്യക്തികൾക്കും അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്തുകൊണ്ട് ഓരോ ഏരിയയിലേക്കും സഹായങ്ങൾ എത്തിക്കുന്നത്. അങ്ങനെ നമ്മളെ വണ്ടൂരുള്ള അനിൽകുമാർ സാറ് നമ്മളെ കൂടെ സഹായിച്ചെന്നാലും മറക്കാൻ വെച്ച. അതേമാതിരി ഇപ്പം നമ്മളെ നിലമ്പൂരുള്ള VS ജോയി മഹാപാവ. ജോയി ഏറ്റവും നല്ല മനുഷ്യനാണ്. അദ്ദേഹം ജനപ്രതിനിധി ആയാൽ ഒരു സംശയമില്ല ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും ഉറപ്പാണ്. നിലമ്പൂരുള്ള VS ജോയി എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം അത്രയും നല്ല മനസ്സാണ് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ജനങ്ങളാണ് സത്യത്തിൽ ജനപ്രതിനിധികളാവേണ്ടത്. അങ്ങനെ കുറേ നമ്മുടെ പ്രസാദ് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള MLA, അത് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്, ഭയങ്കര എളിമത്തുള്ള ഒരു ചെറിയ വീടാണ് നമ്മളെ പ്രശാന്ത് പറഞ്ഞിട്ടുള്ള MLAന്റെ പേര. പാവാണ്, പച്ച പാവ. ഞാനും പൈസത്തങ്ങളൊക്കെ പാടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും അതൊക്കെ ജനങ്ങളോട് കൊടുക്കുകയാണ് അംഗീകാരം. അങ്ങനെ കുറേ നമ്മളെ കുറുക്കോളി മൈതാനക്കാവട്ടെ കുറേ നല്ല മനുഷ്യരുണ്ട്. ഇങ്ങനെ മനുഷ്യരെ സഹായിക്കാനുള്ള എല്ലാ പാർട്ടിയിലും ഉണ്ട്. BJPയിലപ്പോൾ നമ്മളെ മങ്കട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിന്ന് പ്രകാശ് ഏട്ടൻ പറഞ്ഞ അഡ്വക്കേറ്റ് ശ്രീപ്രകാശം വക്കീൽ സാറ്, അദ്ദേഹത്തിനെ ഞാൻ പെരുന്തൽമണ്ണ ഒരു കോടതിയിൽ വെച്ചാൽ കാണുന്നത്. ഞാൻ നമ്മളെ ലത്തീഫ് ഖാ പഞ്ചായത്ത് സെക്രട്ടറി ചീത്താറിന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കുറ്റിപ്പുറം ലത്തീഫ് ഖാനെ പോലീസ് പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതിന് അവിടെ ചെന്നപ്പോൾ പ്രകാശം സാറിനെ കണ്ടത്. മാൻ സാഹിബേ, ഞങ്ങളൊന്ന് കാണാൻ ആഗ്രഹിച്ച മനുഷ്യൻ ഞങ്ങൾ പോരുതിട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പ്രകാശേട്ടനാണ് ജാമ്യത്തിന് കൊടുത്തിരുന്നത്. അങ്ങനെ ജാമ്യം കിട്ടിയ തന്നെ പ്രകാശേട്ടൻ വന്ന്, മാൻ സാഹിബ് എൻ്റെ മോളെ കല്യാണം അടുത്ത മാസം, നമുക്ക് കുറച്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കണം, എൻ്റെ മോളെ കല്യാണം പ്രമാണിച്ച്. അതിൽ ജാതിയും രാഷ്ട്രീയം ഒന്നുമില്ല മോഹൻ സാഹിബേ, നമുക്ക് അർഹതപ്പെട്ട പാവങ്ങളായിരിക്കണം. അങ്ങനെ ഞങ്ങൾ പ്രകാശേട്ടൻ്റെ സാറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വേറൊരു ദിവസം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയണം, പിന്നെ മാനുക്ക ഒരു ഇത്താത്ത ഉണ്ട് കേട്ടാ, ഇവിടെ വന്നാണ്ട് എപ്പോഴും കാര്യം ഒരു 3 സെന്റ് അതിനാക്കണം, ബാക്കിയുള്ള നിങ്ങൾ അർഹതപ്പെട്ടവർ കൊടുത്തോളൂ, ഒന്നും അതിന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ BJPന്റെ മങ്കട മണ്ഡലം നമ്മളെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിന്റെ ഭാര്യ പറയുന്നുണ്ട്, ഒരു ഇത്താത്താക്ക് നിർബന്ധമായിട്ടും അതിൽ ഒരു ഉൾപ്പെടുത്തണം, ബാക്കിയുള്ള നിങ്ങളായിരിക്കും കൊടുക്കിട്ടാ. അവിടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എന്തുണ്ടെങ്കിലും സഹായിക്കുന്നിടത്ത് അവിടെ ജാതി മതമൊന്നും അഡ്വക്കേറ്റ് ശ്രീപ്രകാശേട്ടൻ നോക്കിയില്ല. അവിടെ എല്ലാവരും മനുഷ്യരാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ BJPന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണേട്ടന്, അദ്ദേഹം ഞാനും നമ്മുടെ മന്ത്രി രാജേഷും പിന്നെ നമ്മളെ ബൽറാമും ഞങ്ങൾ 4 ആളും പാട്ട് പ്രോഗ്രാമിൽ ചാലിശ്ശേരിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് എന്നെ നമ്മളെ പിന്നെ രാധാകൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, മാനു ചങ്ങനാശ്ശേരി ഒന്ന് വരണം എൻ്റെ വീട്ടിൽ. ഞാനവിടെ ഒരു 11 കുടുംബത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട് മാനു. ആർക്കൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് അതിൽ ഏതൊക്കെ മതവിഭാഗം ഉണ്ട്, മനുഷ്യർക്കാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നുള്ളത് മാനു ഒന്ന് വന്ന് കാണണം. അത് മാനു നിർബന്ധമായിട്ട് എൻ്റെ വീട്ടിൽ വരണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട BJPന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണേട്ടനാണ്. ഞാൻ അദ്ദേഹത്തിന് വീട്ടിലേക്ക് എനിക്ക് പോയി വിട്ടില്ല. 3-4 വട്ടം വാട്സപ്പിൽ കൂടി നീ എന്നങ്ങോട്ട് വരുന്നു അതൊക്കെ ഒന്ന് കാണണ്ടേന്ന് ചോദിച്ചാണ്. അപ്പം അദ്ദേഹമൊക്കെ ചെയ്തത് അത് ആരും അറിയില്ല. ഇപ്പം 3-4 മുസ്ലിങ്ങൾക്കും 3-4 ഹിന്ദുക്കൾക്കും 1-2 ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ആ എല്ലാ വിഭാഗത്തിലും ചേർത്ത് കണ്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊന്നും
ഇവിടെ മറ്റുള്ളവരെ അറിയില്ല. അദ്ദേഹം BJP-കാരൻ, അദ്ദേഹം ലീഗുകാരനാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം മാർക്സിസ്റ്റ് പറഞ്ഞ ഈ ഇലക്ഷനിൽ വരുമ്പോൾ നമുക്ക് ആരാ നല്ല വ്യക്തിച്ച അദ്ദേഹത്തെ നോക്കുന്നല്ലാതെ ഈ പരസ്പരം നമ്മൾ പോരാടിയിട്ട് പരസ്പരം മരിച്ചു പോകുന്ന ആളുകൾ തമ്മിൽ വേദനയും വെറുപ്പും ആണ്ടും കൊണ്ടും കശപിച്ചും കൂടി കേസിലും പെട്ട് നമ്മൾ സ്വസ്ഥമായൊരു ജീവിതമില്ലാതെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവരെ ഈ പറയപ്പെട്ട നേതാക്കന്മാർ നല്ല മനസ്സുള്ളവരല്ലാതെ എൻ്റെ പാർട്ടിയുടെ നേതാവാണ് അയാൾ എന്ത് ഒരാളെ സഹായിച്ചില്ലെങ്കിലും അയാളെ ജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം ഉണ്ടായാൽ എവിടുന്ന നമ്മളെ നാട് രക്ഷപ്പെടുക? നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന എല്ലാ പാവപ്പെട്ട മനുഷ്യരെയും ഏത് മനുഷ്യരെ വിഷമങ്ങളും സത്യസന്ധമായിട്ട് കൂട്ടി നിൽക്കുന്ന ആ നാട്ടിലെ ജനപ്രതിനിധി, അതായത് പാവപ്പെട്ടവരും പണക്കാരനായാലും നീതിക്ക് ഒപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ കേരളം രക്ഷപ്പെടും. അല്ല അവിടെ ഇടത് വന്നാലും വലത് വന്നാലും BJP വന്നാലും കോൺഗ്രസ് ഏത് പാർട്ടി വന്നാലും എന്നും ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ഇവര് നേതാക്കന്മാരൊക്കെ വലിയ വലിയ സൗകര്യത്തിൽ ജീവിച്ച് അവര് വൈകുന്നേരമായാല് നിങ്ങൾ എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരും നമ്മൾ പ്രസംഗിക്കുമ്പോൾ വിചാരിച്ചു ഇപ്പൊ നമ്മളെ ഇവിടുത്തെ ബഷീർക്കുണ്ട്, PK ബഷീർക്ക് നമ്മളെ KT ജലീൽഖാനെ കൊരങ്ങാന്നോ എന്തോ വിളിച്ചിട്ടുണ്ട്, എന്തോ ഒന്ന് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞപ്പോ നമ്മളൊക്കെ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത്. അപ്പുറത്തന്നെ അരമണിക്കൂറായില്ല ബഷീർക്കും KT ജലീൽക്കും പാടെ നേരെ പോയി ചായ പിടിച്ച് കണ്ട് തമാശ അറിയാം, ചിരിച്ചു കളിച്ച. അപ്പൊ നമ്മള് ജനങ്ങള് തമ്മിൽ എന്നിട്ട് അതിന്മ പിടിച്ചു കണ്ട് ബഷീർക്ക ജലീൽക്കാരെ ചീത്തറിഞ്ഞ് അവരവിടെ നമ്മളങ്ങനെ അരം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചീത്തറണം. എന്നിട്ട് ഓല് തമ്മിൽ പോയി ചായ പിടിച്ച്. അപ്പോ KT ജലീൽഖാന്റെ കല്യാണത്തിന് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറ്, നമ്മുടെ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിക്ക സാഹിബ്, പിന്നെ എല്ലാ പാർട്ടിയിലെ ആണ്ടും കൊണ്ട് ഇവരമ്മിൽ തിരക്കൂടുന്നുണ്ടാലോ. പടച്ചോനെ ഇവര് കണ്ടാ പോലും മുണ്ടൂല. ഇവര് എന്നും ശത്രുക്കളാണ്. ഇവര് അത്ര സ്ട്രോങ് ആണ്. കല്യാണോ മുടിയാഴ്ചയിലോ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോലും ഒന്ന് ബിരിയാണി വെച്ചുകാണ്ട് ചേർച്ചും കളിച്ചുകൊണ്ടും കൈയടിച്ചുകാണ്ട് പോലും പോണ്. അണികളായ നമ്മളെ തമ്മിൽ തല്ലിച്ചു. ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങളെ കൂടെ നിൽക്കുന്ന നല്ല മനസ്സുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുമ്പോൾ അവർക്ക് നമ്മളൊരു വോട്ട് കൊടുക്കുമ്പോൾ നാളെ ഈ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ജനപ്രതിയായി മാറിയാൽ ആ നാട് രക്ഷപ്പെടും. നമ്മളെ നാട് കേരളം രക്ഷപ്പെടും. അല്ലാതെ നമ്മളെ കേരള മുഖ്യമന്ത്രിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അദ്ദേഹത്തിന് ജനങ്ങൾ തെരഞ്ഞെടുത്താ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് നമ്മളെ ഷെയർ ചെയ്ത് നല്ല കാര്യം കണ്ടാൽ ഞാൻ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാ നമ്മളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ഒരു പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താല് എന്തൊക്കെ തെറിയാണ് ചെയ്തിടോ ഈ കഥയില്ലാത്ത മനുഷ്യരെന്ന് പടച്ചമ്പനാനെ ഞാൻ ആലോചിച്ചും. പടച്ചവനെ ഇവര് ചെയ്ത നന്മകൾ പോലും നമുക്ക് കിട്ടും. ഒരു ചീത്തറിനോട്ടെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ അവര് ചെയ്ത വല്ല നന്മയുണ്ട് കിട്ടും. ഈ എഴുത്ത് എഴുതിയിട്ട് എന്ത് കാര്യം? കേരള മുഖ്യമന്ത്രി പറഞ്ഞ പിണറായി വിജയൻ എന്ന ആ വലിയ മനുഷ്യസ്നേഹിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താ അത് അംഗീകരിച്ചേ നമ്മൾ പറ്റൂ. അതിന് നമ്മൾ വെറുതെ കമന്റ് ഇട്ട് ചീത്തറിനോടൊന്നും കാര്യമില്ല. അപ്പോ കുറവുകളും കുറച്ച് ഇതൊക്കെ എല്ലാവരും ഉണ്ടാവും. ഏത് പാർട്ടി വന്നാലും ഉണ്ടാവും. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ കേരളത്തിന് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഓർമ്മയിൽ അത്രക്കും സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി സാർ. എന്നിട്ട് എത്ര ആൾ അതിനെ ചീത്തറിഞ്ഞു. അപ്പൊ എത്ര നല്ല കാര്യം ചെയ്താലും ചീത്ത ഉറപ്പാണ്. കാരണം അത് എന്താ കേരളത്തിന്റെ അവസ്ഥ. ഇപ്പോ ലക്ഷദ്വീപിക്ക് പോയിരുന്നപ്പോ ഞങ്ങൾ 2-ാം തീയതി ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഇവിടുന്ന് കൊച്ചിന്ന് ഞങ്ങള് ഐസ്ലാൻഡിൽ നിന്ന് പിന്നെ കപ്പൽ കയറിയപ്പോ അവിടുന്നാണ് തുടങ്ങി കലക്ക് വെള്ളം തന്നെ. ഒരു വൃത്തികെട്ട വെള്ളമാണ്. ഒരു ശുദ്ധമായ വെള്ളം കാണുന്നില്ല. കടലിൽ നിന്ന് കുറേ പോയപ്പോഴും ഞങ്ങൾ ആ കപ്പലിന്റെ മുകളിൽ ഇരുന്നിട്ടൊക്കെ കാണുക. ലക്ഷദ്വീപിക്ക് നമ്മളെ കേരളം കഴിഞ്ഞ് ലക്ഷദ്വീപിന്റെ അങ്ങ് അവിടേക്കൊണ്ട് എത്തിയേക്ക് വള്ളത്തിന് തെളിവ് തുടങ്ങി. നല്ല ലക്ഷദ്വീപിനോട് അടുക്കുമ്പോ എന്ത് ഭംഗിയുള്ള, എന്ത് വൃത്തിയുള്ള, എന്ത് സുന്ദരമായ വെള്ളമാണ് കാണുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ ഇറങ്ങി ഞങ്ങൾ 4-5 ദിവസം അവിടെ മീൻ പിടിക്കാനും എല്ലാത്തിനും പോയി. പക്ഷെ അവിടുത്തെ മനുഷ്യരെ മനസ്സ്, ഹൃദയത്തിലെ നന്മ മാത്രമുള്ള, സ്നേഹം മാത്രമുള്ള ലക്ഷദ്വീപിലെ ആ മനുഷ്യരെ മനസ്സ് കണ്ടപ്പോ ഓരോ വീട്ടിലും ഇന്ന് ഉച്ചഭക്ഷണം ഞങ്ങളെ വീട്ടിലാട്ടാ, ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം ഞങ്ങളെ വീട്ടിലാട്ടാ. ഓരോ കുടുംബങ്ങളും അവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം കൊണ്ട് മതിലുകളൊന്നും കാണാനില്ല. 10-40 കൊല്ലം മുന്നേ നമ്മളെ നാട്ടിലൊക്കെ ഓലപ്പൊരിയും
പുല്ലിന്റെ പെരൊക്കെയായിരുന്നു ഇവിടെ. അന്നൊന്നും ആർക്കും മതിൽ കണ്ടിരുന്നില്ല. എല്ലാവരും മുറ്റത്തു കൂടി എല്ലാവരും നടക്കുമായിരുന്നു. ചായ കുടിച്ചടാ, കഞ്ഞി കുടിച്ചടാ എന്ന് പറഞ്ഞിട്ട് ആണ്ടും കൊണ്ടൊക്കെ പരസ്പരം സ്നേഹത്തോടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളത് തിന്നാൻ കൊടുത്തുകൊണ്ടുള്ള നന്ദിയുള്ള സമയമാണ്. ഇതേ അവസ്ഥയാണ് ലക്ഷദ്വീപില്. അവര് പറഞ്ഞൊരു വാക്കുണ്ട്, മാനുക്ക ഇവിടെ ഒരാള് സുഖമില്ലാതായി അല്ലെങ്കിൽ ജോലി ഇല്ലാതായി ആ വീട് ഒരിക്കലും പട്ടിണി എടുക്കില്ല. ഞങ്ങൾ എല്ലാവരും അവരെ ചേർത്ത് പിടിച്ചു. അത് എല്ലാവരും പരസ്പരമുള്ള സ്നേഹം. ഇപ്പൊ ആ മതിലില്ലാത്ത ചുമരില്ലാത്ത ആ മുറ്റത്ത് കൂടി പോകുമ്പോൾ തന്നെ ഞങ്ങൾ തന്നെ ഓരോരുത്തരോട് വഴി വെച്ചുമ്പോൾ ചായ കഴിച്ചിട്ട് പോയി, നിങ്ങൾ ഉച്ചക്ക് കഞ്ഞി കഴിച്ചിണോ, ചോറ് കഴിച്ചിണോ, ഇവിടുന്ന് കഴിക്കേ, ഇങ്ങനെ എത്ര എന്തൊരു സ്നേഹമാണ് ലക്ഷദ്വീപിലെ മനുഷ്യരെന്ന് പറയണ്ട. അപ്പോ ആ ലക്ഷദ്വീപിലേക്ക് ചെല്ലുമ്പോ തന്നെ പടച്ചോന് നല്ല സുന്ദരമായ തെളിവെള്ളം കാണിച്ചു തരുമ്പോ തന്നെ അവിടുത്തെ മനുഷ്യരെ മനസ്സുകളിൽ തന്നെയാണ് അവിടുത്തെ വെള്ള സൗകര്യം അള്ളാഹ് കാണിച്ചത്. നമ്മുടെ കേരളത്തിലേക്ക് ഞങ്ങൾ ഇന്നലെ പോരുമ്പോ ലക്ഷദ്വീപിന്റെ അതിർത്തി വിട്ടേക്ക് തുടങ്ങി തലക്ക് വെള്ളം അങ്ങനെ വരുന്നു. അതിർത്തിക്ക് ഇങ്ങനെ അടുക്കും തോറും വെള്ളം കലങ്ങിയിട്ടും വൃത്തിയില്ലാതെയായി മാറി. നമ്മളെ കേരളത്തിലെ അവസ്ഥ, മനുഷ്യരെ മനസ്സ് അങ്ങനെയാണ്. നമ്മളൊക്കെ തിരുത്തി ഓരോരുത്തരും മരിക്കുന്നു. ഓരോ സെക്കൻഡുകൾക്കാകും നമ്മൾ കേൾക്കുന്നു മരിച്ചു, മരണപ്പെട്ടു, അങ്ങനെ അപകടത്തിൽപ്പെട്ടു, ഇങ്ങനെ മരണപ്പെട്ടു, ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതാ. നമ്മളൊക്കെ മരിച്ചു പോകുന്ന തടികളാണ്. ഈ കുറ്റം പറഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു നമുക്കൊന്നും ലാഭമില്ല. ലാഭമുണ്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ഒന്ന് ചിരിച്ചു കൊടുക്കുക, നമുക്ക് ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് ഒരു ആശ്വാസ വാക്ക് കൊടുക്കുക. ജീവിതത്തിൽ നമ്മളെ കയ്യിൽ സമ്പാദ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരങ്ങൾ വേദനയും വിഷമങ്ങളും കാണുമ്പോൾ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പോയിട്ട് നമ്മളവരെ സഹായിക്കുക. രക്തം കൊടുക്കാൻ കഴിയുമെങ്കിൽ രക്തം കൊടുക്കുക. എത്രയേ ആൾക്കാരുണ്ട് ഇപ്പോൾ രക്തം കൊടുക്കുന്ന ആൾ. ഓരവർക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലോ. കാരണം അവരൊക്കെയാണ് സത്യത്തിൽ കാരുണ്യ പ്രവർത്തകര് എന്ന് പറഞ്ഞ ആൾക്കാർ. നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്നും ഒരു കാരുണ്യമല്ല. കാരണം അത് പടച്ചമ്പരാൻ ഏൽപ്പിച്ചു. അത് നമ്മൾ കൊടുക്കുന്നൊരു പണിക്കാരന്റെ, അള്ളാന്റെ ഒരു പണിക്കാരന്റെ ജോലി ചെയ്യുന്നൊരു അത്രേ ഉള്ളൂ. അതിലൊരു കാര്യമായിട്ടൊന്നുമില്ല. നമുക്കൊരു റൂളില്ല. കാരണം നമ്മളതെന്ന് പറയാൻ നമുക്ക് അവകാശം ഒന്നുമില്ല. അതെല്ലാം ഉണ്ടായിരിക്കണമെങ്കിൽ നേരത്തെ ഇവിടുന്ന് ഇന്റതെന്ന് പറഞ്ഞ പ്രമാണിമാരും പണക്കാരും കോടീശ്വരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും കൊണ്ടുപോയില്ല. അവരെ വീട്ടിലെ പണിക്കാരനും ആ പറയപ്പെട്ട കോടീശ്വരനും പ്രമാണിയൊക്കെ പള്ളിക്കാട്ടിൽ വ്യത്യാസമില്ലാത്ത ആ ഇടുങ്ങിയ 6 അടി മണ്ണല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ 3 ലക്ഷം തുണി തന്നെയാണ് ഈ പറയപ്പെട്ട കോടീശ്വരനും ആ വീട്ടിലെ പണിക്കാരനൊക്കെ കിട്ടിയത്. അത് ശ്മശാനത്തിലായാലും പള്ളിയിലായാലും ചർച്ചിലായാലും ഒക്കെ ആ ഒരു സാഹചര്യം തന്നെ, വ്യത്യാസമില്ലാത്ത ഒരു ജീവിതം അവിടുന്ന് തുടങ്ങുകയാണ്. പക്ഷെ അന്ന് ചിലപ്പോൾ നമ്മള് ഇവിടെ പ്രമാണിയാണെന്നും നമ്മളെ നാട്ടുരാജാവെന്നും പറഞ്ഞാൽ നമ്മളത്ത് പണം ഉണ്ട് എന്നുള്ള ഹുങ്ക് കാട്ടിയിട്ട് ആ പാവപ്പെട്ട പാവങ്ങളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുള്ള ആ യാത്രയിൽ അവിടെ എത്തുമ്പോൾ അവിടുന്ന് പടച്ചു നമ്മളെ വിടൂല. ആ പടച്ചവന്റെ മുന്നിൽ മറുപടി പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്താ കഥ? എല്ലാം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കി. അർഹതപ്പെട്ട പാവപ്പെട്ടവനെ സഹായിക്കാൻ പോകുന്ന ആളുകളെ ദാനധർമ്മവും അവന്റെ സക്കാത്തും ഉണ്ടെങ്കിൽ ഓൻ ഇവിടുന്ന് തന്നെ ഉള്ള സ്വർഗീയ ജീവിതം കൊടുക്കണ്ടെന്നുള്ളതിന് എന്റെ ജീവിതം എനിക്കറിയാം. ഓരോരുത്തരെ ഞാൻ ചോദിക്കും, ഞാൻ സഹായിക്കുന്ന ഓരോ മനുഷ്യരോടും, നിങ്ങൾ എങ്ങനെ ഇതിൽ സന്തോഷം കാണുന്നത്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളിങ്ങനെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താ? പൊന്നാര മാനുക്ക് അത് പറയണം. ഇത്ര സന്തോഷം കിട്ടുന്ന കാര്യം വേറെ എന്തിനാള്? 100 കോടി ബാങ്കിലിട്ടാലും കിട്ടാത്തൊരു സന്തോഷം നമുക്ക് ഒരാളെ വിശപ്പ് മാറ്റിക്കൊടുമ്പോൾ കിട്ടുന്നുണ്ട് മാനുക്ക. ഇത് പറയുന്ന എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം 100% സത്യമാണ്. കിടന്നുറങ്ങാൻ സുഖം, ഹോസ്പിറ്റലുകളിൽ പോകണില്ല, യാത്ര പോകുമ്പോൾ എവിടെ പോയാലും ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് യാത്ര പോകണം, കുടുംബത്തിലെ മുഴുവൻ സന്തോഷം. ആ ഒരു ജീവിതം തന്നെയല്ലേ വേണ്ടത്. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുക, അങ്ങനെയൊക്കെ. പിന്നെ പടച്ചവൻ ചിലർക്ക് ചില പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കും. അതൊക്കെ ജീവിതത്തിൽ പടച്ചവനെ നമുക്ക് മറ്റുള്ളവർക്ക് ചിന്തിക്കാനും തിരുത്താനും ഒക്കെ കാണിച്ചു കൊടുക്കും. അതൊക്കെ അള്ളാന്റെ പരീക്ഷണ. അത് റബ്ബ് തന്നതാണ്. അതിൽ അള്ളാഹിനോട് നമുക്ക് സ്നേഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അള്ളാഹ് നമുക്കിവിടെ ഒരു തൽക്കാലിക ജീവിതം മാത്രമല്ലേ ഉള്ളൂ. നമ്മളെ ജീവിതം ഇവിടെ ഇല്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹ്ക്ക് ജാതി മതമൊന്നുമില്ല. അള്ളാഹ് ആണ് പെണ്ണേറെ 2 വർഗത്തിന് ഇറക്കിയുള്ളൂ. ആ നല്ല മനസ്സുണ്ടെങ്കിൽ ഓന്റെ കൂടെ പടച്ചമ്പരാണ്ട്. കാരണം മറ്റോലത് പിന്നെ ദൈവം എന്ന് പറയും, മറ്റോല് വേറെ പറയും. പക്ഷെ ഇതൊക്കെ എത്തുന്നത് തോടും കുളങ്ങളും പിന്നെ പുഴകളും പാടങ്ങളും
ഒക്കെ ഒഴുകിയെത്തുന്നത് എവിടുക്കാ? കടലിലേക്ക്. നമ്മളെല്ലാരും ഓടിയെത്തുന്നത് കടലിലേക്ക്. വേറെ എവിടുക്കല്ല. അതൊക്കെ എത്തിച്ചേരല്. ഇപ്പൊ ഈ വള്ളമൊക്കെ എത്തിച്ചേരല് എവിടുക്കാ? നമ്മളെല്ലാരും എത്തിച്ചേരും. ഇൻ്റാണ് ശരി, ഇൻ്റാണ് ശരി, ഇൻ്റാ ശരി. ഇവിടുന്ന് തിരിച്ചു പോയാല്, ഇവിടുന്ന് പോയാൽ ആരും തിരിച്ചു വന്നോ? അപ്പോ റബ്ബ് ഹൃദയത്തേക്കാണ് നോക്കുന്നത്. കടിച്ചണ നായക്ക് ദാഹിച്ച് വല്ലാതെ ദാഹിച്ച് അത് വല്ലാതെ വിഷമിച്ച് നടന്നപ്പോ എങ്ങനെ നടക്കുന്ന, അതായത് മോശം രീതിയിൽ ജീവിക്കുന്ന ഒരു സഹോദരി ആ നായക്ക് ദാഹജലം കൊടുത്തു പറഞ്ഞു. സ്വർഗത്തിന് അവകാശി ആ സഹോദരിയാണെന്ന് പറഞ്ഞത്രേ. അപ്പോ പടച്ചമ്പുര അവിടെ അതിന്റെ ജാതിയല്ല നോക്കിയത്, ആ ചെയ്ത മനസ്സ്, ആ ചെയ്ത പ്രവൃത്തി, ആ നായയുടെ ദാഹം മാറ്റി കൊടുത്തപ്പോ അതിനത്രേ പടച്ചമ്പുരാന് സ്വർഗം പിന്നെ ഓഫർ ചെയ്ത്. അപ്പൊ എവിടെ എത്തി? അത്രയും വിശ്വാസം നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കേൾക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്തോന്റെ കൂടെയും പടച്ചോണ്ടെന്ന് ഉറപ്പല്ലേ? അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി, അത് നമ്മുടെ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാ, നമ്മുടെ പ്രധാനമന്ത്രിയാ. അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ കാരണം നമ്മുടെ നാട് ഒരു വേദനയോടെ കഴിയുമ്പോ, അല്ലെങ്കിൽ മറ്റൊരു നാട് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ച് നമ്മളെ ആളുകളെ കൊല്ലുമ്പോ അതിന് തിരിച്ചടിക്കാൻ ഇറങ്ങുമ്പോ നമ്മൾ ഓരോരുത്തരും പിന്തുണ കൊടുക്കേണ്ട കടമ നമുക്ക് എല്ലാ ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാരായ നമ്മളെ കടമ ഉത്തരവാദിത്വം നിർവഹിക്കണം. അല്ലാതെ പ്രധാനമന്ത്രിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അതിന് കുറ്റം പറഞ്ഞാണ്ട് കമന്റ് ചെയ്തുമ്പോ നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ? ഇവിടെ എന്ത് സ്വതന്ത്രമില്ലായ്മയും നമുക്കുള്ളത്? കുറ്റങ്ങളും കുറവുകളും എല്ലാ രാജ്യത്തുണ്ട്. നിങ്ങൾ ഇതേമാതിരൊരു എഴുത്തും ഇതേമാതിരൊരു പ്രസംഗവും ഇതേമാതിരൊക്കെ നിങ്ങൾ UAE-ലൊന്ന് ചെയ്തു നോക്കണേ. UAE-ലൊക്കെ ഉണ്ടല്ലോ മറ്റൊരു മതത്തിനെ, അതായത് അത് ഏത് മതക്കാരായാലും ഒന്ന് അപ്പുറത്തുള്ള പോലെ മതക്കാരനെ പറ്റി ഒന്ന് കുറ്റം പറഞ്ഞു നോക്കണം. ഒരു മതത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ പ്രസംഗം നടത്തി നോക്കണം. ഇവിടെ നമുക്ക് ആർക്കാ കുഴപ്പമുള്ളത്? ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനും, മുസ്ലിമും ഓർക്ക് ഇഷ്ടമുള്ള മാതിരി മുഴുവൻ വിളിച്ചു പറയണ്. എന്തെല്ലാം വർഗീയത ആണ്ടും കൊണ്ടും പരസ്പരം വിളിച്ചു പറയണ്. കമന്റിൽ എന്തൊക്കെ എഴുതണ്. അപ്പോ UAE-ലെ പോയിട്ട് അങ്ങനെ ഒരു കമന്റ് ചെയ്ത് അങ്ങനെ മറ്റു മതങ്ങളെ ആണ്ടും കൊണ്ടും കുറ്റപ്പെടുത്തി ചെയ്താല് മക്കളെ ജയിലിന് പുറകിടവും കാണൂല, നാട്ടിലേക്ക് എത്തും. എനിക്കറിയാം, ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് ഒരു പ്രസംഗം നടത്തി. പക്ഷെ ആ പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് പണി കിട്ടി. അദ്ദേഹം നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതുപോലെ അവിടെ അനുവദീയമല്ല. അവിടെ മറ്റു മതക്കാരെ അല്ലെങ്കിൽ ഈ മതക്കാരെ ആ മതക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു മതക്കാർക്കും മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കാൻ അനുവദിക്കൂല. അങ്ങനെ ചെയ്താൽ നേരെ ഇരുട്ടറിയിലാണ്, ജയിലിലല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടെ എന്തെല്ലാം നമ്മളെല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാരും എന്തൊക്കെ തോന്നിയസനങ്ങളാണ് ആണ്ടും കൊണ്ടൊക്കെ വിളിച്ചു പറഞ്ഞത്, എന്തൊക്കെ മതങ്ങളെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ അതിനൊരു ലൈസൻസ്, ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മളെ നാടൊരു ബുദ്ധിമുട്ടിൽ വരുമ്പോ, അല്ലെങ്കിൽ നമ്മളെ നാട് തരണം ചെയ്യേണ്ട സമയത്ത്, നമ്മൾ പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മളെല്ലാം മറന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുക്കേണ്ട സമയം നമ്മൾ നിർബന്ധ. അത് ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ അടുത്തതിലൊക്കെ ഓരോരുത്തരും ഒക്കെ മരിച്ചു പോകും. അപ്പോ പുതിയ പ്രധാനമന്ത്രിമാരും പുതിയ ഭരണാധികാരികളൊക്കെ വരും. കാരണം നമുക്കറിയാലോ എത്രയോ തലമുറയിൽ എത്രയോ ഭരണാധികാരികൾ ഇപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്, VP സിംഗ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറെ ആൾക്കാർ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വന്നു. അന്ന് അവരെടുത്ത തീരുമാനത്തിന് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് അതിന് അംഗീകാരം കൊടുത്തേ പറ്റൂ, അതിന് പിന്തുണ കൊടുത്തേ പറ്റും, നമ്മളെ കടമേ. അല്ലാതെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി BJP ആണ് മറ്റാണ് മറിച്ച് അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ. അദ്ദേഹം ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാ. നമ്മുടെ ഓരോ മനുഷ്യർക്കും അത് അംഗീകരിച്ചേ പറ്റൂ, അതിൽ വിട്ടുവീഴ്ച ഒരാൾക്കില്ല. അപ്പൊ നമ്മള് ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു വിഷമം ഉണ്ടാവുമ്പോ നമ്മൾ ഒറ്റക്കെട്ടായി പിന്തുണ കൊടുത്ത് നമ്മൾ അതിനൊക്കെ, കാരണം നമ്മളെ കൊണ്ട് ഒരു വാക്കിൽ എഴുതിയിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുക, സന്തോഷം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്, നമ്മൾ ഒറ്റക്കെട്ടാണ് നമ്മുടെ നാട് എന്നുള്ള സന്ദേശമൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളെ കടമയാണ് മനുഷ്യൻ എന്നുള്ളവർക്ക്.
മരിച്ചു പോണ തടികള പരസ്പരം ആണ്ടും കൊണ്ടൊക്കെ കാട്ടിക്കൂട്ടി ഏറ്റുമുട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളുള്ള ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുക, എല്ലാവരും കണ്ടാവുന്ന പുഞ്ചിരിക്കുക. വല്ലാതെ വെറുപ്പുള്ള മനസ്സിൽ നടന്നിട്ട് ഒരു കാര്യമില്ല. പടച്ചവനോട് നിങ്ങൾ ദ്വാരുന്നോളി. പടച്ചവനെ കിബിറും അസൂയം വൃത്തികെട്ട മനസ്സും തരല്ലേ. ആരെ കണ്ടാലും ഒന്ന് ചിരിച്ചു കൊടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ട പടച്ചവനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ഇവിടുന്ന് പോകുമ്പോൾ നാനാ ജാതി മതക്കാരും പ്രാർത്ഥനയായിട്ട് പോകണം. അതുള്ളൂ ദുനിയാവിന്ന് കൊണ്ടുപോകണം സമ്പാദ്യം. അൽഹംദുലില്ലാ, അത് മാത്രം ആഗ്രഹിക്കുക, അത് കിട്ടട്ടെ. അങ്ങനെയുള്ള യാത്രയാണ് ഏറ്റവും മനുഷ്യന്റെ ജീവിതത്തിലെ സന്തോഷകരമായ യാത്ര. പോണ അന്ന് പോലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്, പടച്ചവനെ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചിനെ കൊണ്ടുപോകണം അന്ന് പോലും മറ്റുള്ള പാവപ്പെട്ടവനെ സഹായിച്ചുകൊണ്ടുള്ളൊരു യാത്ര. അതായത് ഒരാളെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തിരിച്ച് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അന്ന് ആ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തു നിന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് കണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ അതൊരു വല്ലാത്ത ലഹരി, അതൊരു വല്ലാത്ത സുഖ, അതൊരു വല്ലാത്ത സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ കൊല്ലത്തുള്ള കുട്ടികൾക്ക് വീട് അവിടെ ആയിരിക്കും നമുക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 3 ബെഡ്റൂമുള്ള വീടുണ്ട്. നമുക്ക് ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ കടമയാണ്. അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഇക്കാക്കാരിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ 100 റാഹത്ത്. എന്തായാലും ആ മക്കള് നമ്മളെ മുന്നിൽ പടച്ചവൻ കാണിച്ചു തന്നാണ്. ആ 4 കുഞ്ഞു മക്കള്, 3 പെൺകുട്ടികളും ആ പെങ്ങളും സഹോദരിയും അതിന്റെ ചെറിയ കുട്ടിയും. അവര് വഴിയാധാരയിൽ പോയി അവരിങ്ങനെ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഇതിനൊക്കെ ചോദ്യം റബ്ബ് നമ്മോട് ചോദിക്കും. അതിന് നമ്മൾ മറുപടി കൊടുത്തേ പറ്റൂ. നമ്മളെ പണത്തിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സമയം നമുക്ക് വരും. പണം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത, ആർക്കും ഒരു ഉപകാരം ഇല്ലാത്ത, നമ്മളെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ കിടക്കുന്ന ആ വെള്ളം നമുക്ക് ഉപകരിക്കൂലെന്ന് പിന്നീട് നമ്മൾ എത്ര അവിടെ കെട്ടിട്ടാലും അറിയാം. അതേ അവസ്ഥയാണ് നമ്മളെ സമ്പത്തിന്റെ വില. ഒരു ഉപകാരമില്ലാതെ ആർക്കും ഉപകരിക്കാതെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടക്കച്ചവടം മാത്രമേ ഉള്ളൂ. സുസുന്ദരമായ സന്തോഷകരമായ ജീവിതം ഇവിടുന്ന് തന്നെ, സ്വർഗീയ ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആസ്വദിക്കണമെങ്കിൽ മറ്റുള്ളവന്റെ വിശപ്പുകൾ, മറ്റുള്ളവന്റെ വേദനകൾ അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് ചിരിച്ചു കൊടുക്കാനെങ്കിലുള്ള മനസ്സ് കാണിച്ച എല്ലാവരും നന്ദി. താങ്ക്സ്.